വഴിയിൽ വന്നിട്ട് പറഞ്ഞു അബൂദർവല്ലേ നിങ്ങൾ ചോദിച്ചു നിനക്കെങ്ങനെ അറിയാം യാ റസൂലല്ലാഹ് വഹുവ മശ്ഹൂറുൻ ഇൻദനാ ഞങ്ങളുടെ അടുത്തൊക്കെ വലിയ ഫേമസ് ആണ് പുള്ളി എന്തുകൊണ്ടാണെന്ന് നബി ചോദിക്കുന്നു സൂറത്തുൽ ഇഖ്ലാസ് നബിയേ അബൂദർ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടപ്പെടുന്നതുപോലെ ഒരാളെ മലക്കുകളായി ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് അതിന്റെ പേര് ആകാശ ലോകം മുഴുവനും അയാളെ വാഴ്ത്തി പാടുന്നുണ്ട് നബിയേ വളരെ കുറഞ്ഞ സമയമുള്ളൂ ഒരു നഷ്ടവുമില്ല മൈക്ക് കൊണ്ടുവച്ചിട്ട് ഉസ്താദ് പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് കസേരയിരുന്ന് മതിയാ മതി 10 സൂറത്തുൽ ഇഖ്ലാസ് പരീക്ഷണം വന്നോട്ടെ ഷറഫു മോന് സുഖമില്ല മോക്ക് സുഖമില്ല ഭാര്യക്ക് സുഖമില്ല അങ്ങനെയൊക്കെ വന്നോട്ടെ എന്തായാലും മരിക്കും എത്ര കൂട്ടുകാർ പോയി എത്ര സഹോദരങ്ങൾ പോയി എന്റെ ചെറിയങ്കിലുള്ള ഒരു നിസാമുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട സഹോദരൻ വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹത്തിന്റെ വസ്തുവില് JCB വന്നിട്ട് ഇങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് അതിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോ ഇതുപോലൊരു തെങ്ങ് വന്ന് തലയിലൂടെ വീണതാണ് പള്ളിയിൽ ജോലി ചെയ്ത പാവപ്പെടാൻ നമ്മുടെ ഇപ്പൊ ഉണ്ടെങ്കിൽ എന്റെ അതേ പ്രായത്തിൽ എത്തേണ്ട ആളാണ് അതുപോലെ എത്രയോ ആളുകൾ നമുക്ക് മുമ്പേ പോയി കിട്ടിയതൊക്കെ ലാഭമാണ് പിന്നെ ഈ പൊട്ടിയതിനും ചളുങ്ങിയതിനും അള്ളാനോട് പറയാനൊന്നും നമുക്ക് യോഗ്യതയില്ല കിട്ടിയതൊക്കെ ലാഭമാണ് കിട്ടിയത് മുഴുവനും ലാഭമാണ് ഒരു മാസം 1.5 ലക്ഷം രൂപയാണ് കണ്ണൂര് പാനൂര് പ്രസംഗിക്കുമ്പോ ഒരു മാസം 1.5 ലക്ഷം രൂപ ഒരു കുഞ്ഞിന് ജീവിക്കുന്നതിന്റെ വാടക 10 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന രോഗം നിങ്ങൾ ആലോചിക്കുക നമ്മൾ എവിടെ പോയി തെണ്ടും ഏത് പള്ളിയുടെ മുറ്റത്ത് തട്ടം പിരിക്കും ഏത് ചാരിറ്റി പ്രവർത്തകൻ വന്ന് ഫേസ്ബുക്ക് വീഡിയോ ചെയ്താലേ കിട്ടും മരിക്കുന്നത് വരെ 1.5 ലക്ഷം മുടക്കാൻ പറ്റൂല മരുന്ന് മരിക്കുന്നത് വരെ ഇനി വില കൂടുതലുള്ളൂ കുറയൂല മരുന്നിന് വില കുറയൂല കൂടുതലുള്ളൂ ഒരു മാസം ആ കുഞ്ഞ് ജീവിക്കണമെങ്കിൽ 1.5 ലക്ഷം രൂപ ആ ഉമ്മ ദുആ ചെയ്യോ എന്റെ കുഞ്ഞിനെ മരിപ്പിക്കാൻ ചെയ്യൂല കമ്മലും വളയും മോതിരം ഒക്കെ അയച്ചു കൊടുക്കും എല്ലാം കൊടുക്കും വാടക കെട്ടിടത്തിൽ കിടന്നാലും റോഡിൽ കിടന്നാലും ആ കുഞ്ഞിനെ മരിപ്പിക്കാൻ വേദനയോടെ പ്രസവിച്ച ഉമ്മ അള്ളാനോട് ദുആ ചെയ്യൂല അതുകൊണ്ട് നമുക്ക് കിട്ടിയതൊക്കെ ലാഭമാണ് നമ്മുടെ മക്കള് ലാഭം നമ്മൾ ലാഭം നമുക്ക് ഈ കിട്ടിയതൊക്കെ സൗഭാഗ്യങ്ങൾ കൂടുതലാണ് അധികമാണല്ലോ തന്നത് അതുകൊണ്ട് ചെറിയ ചെറിയ പൊട്ടലും ചീറ്റലും വരുമ്പോ യാ അല്ലാഹ് എന്ന് പറഞ്ഞു ഓടാൻ നമുക്ക് കഴിയരുത് നമ്മളത് നാണക്കേട് അല്ലാഹുവോട് എങ്ങനെ പറയും പടച്ചോനെ അങ്ങനെ ചിന്തിക്കണം അതുകൊണ്ടല്ല അയ്യൂബ് നബി ശരീരം മുഴുക്ക രോഗം കൊടുത്തിട്ടും ഇതൊരു അസുഖമാണല്ലോ റബ്ബേ എന്ന് അല്ലാഹുവോട് പറഞ്ഞില്ല ഏറ്റവും ലാസ്റ്റ് അന്നി മസ്സനി അല്ലാഹു വഅന്ത അർഹമുർ റഹീം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പടച്ചോനെ അത്ര ഗതി കെട്ടിട്ടാണ് ഇല്ലെങ്കിൽ അതും പറയൂല ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് പടച്ചോനെ പക്ഷെ നീ കാരുണ്യവാനാണ് ഓ എന്നാലും എന്റെ റബ്ബ് എന്നോട് ചെയ്തു എന്ന് നമ്മൾ എത്ര തവണ പറയും ടയർ പഞ്ചറാകുമ്പോ കുഞ്ഞിന് അസുഖം വരുമ്പോ ഇവിടെ പൈസ കൊടുത്തിട്ട് പോകുമ്പോ പട്ടി കടിക്കുമ്പോ അസുഖം വരുമ്പോ ഭർത്താവിന് അറ്റാക്ക് വരുമ്പോ താത്ത ഒരു മജ്‌ലിസും മുടക്കുന്നില്ല രാത്രിയും പകലും ഗൾഫിൽ നിന്ന് ഭർത്താവ് വിളിച്ചു പറയുന്നു അറ്റാക്ക് വന്ന് 3 ദിവസം ഹോസ്പിറ്റലിൽ എന്ന് പറയാൻ പൈസ ഒക്കെ കെട്ടിവെച്ചു പെണ്ണ് പറയാണ് എന്നാലും എന്റെ റബ്ബെ എന്നോട് ഇത് ചെയ്തല്ലോ ഒരു വാക്കിൽ ഈമാൻ പൊളിഞ്ഞു മോളെ ഈമാൻ പൊളിഞ്ഞു നീയും അല്ലാഹുവായിട്ടുള്ള എല്ലാ ബന്ധവും എന്നാലും എന്റെ റബ്ബ് എന്നോട് ഇത് ചെയ്തല്ലോ അല്ലാഹുവായിട്ടുള്ള എല്ലാ ബന്ധവും കഴിഞ്ഞു സ്നേഹവും മഹബത്തും ഈമാനും ഒക്കെ കഴിഞ്ഞു അത് നമ്മുടെ നാവി എന്ന് വരരുത് അത് വരാൻ പാടില്ല അല്ലാഹുവേ കാക്കണേ പടച്ചോനെ 10 പ്രാവശ്യം തൗഹീദിന്റെ ഇഖ്ലാസിന്റെ തഖ്വയുടെ ഖുർആനിന്റെ മുന്നിലും നിന്റെ മഹാത്ഭുതം സ്വർഗ്ഗത്തിന്റെ കൊട്ടാരം നിന്റെ ഖബറിന്റെ അകത്ത് പണിയാ ഏറ്റവും വലിയ മരുന്നാണ് രണ്ടാമത്തെ സമ്മാനം കേട്ടോ അത്തബസ്സുമു വസ്സലാമു പുഞ്ചിരിച്ചുകൊണ്ട് ഒരു അസ്സലാമു അലൈക്കും ഇങ്ങനെ പറയുന്ന ആളിനെ ഖബറിന്റെ അകത്ത് ശിക്ഷിക്കാൻ അള്ളാഹ്ക്ക് പ്രയാസാണ് അള്ളാഹ്ക്ക് സങ്കടമാണ് ശിക്ഷിക്കാൻ നമുക്കിന്ന് ആ പരിപാടി ഉണ്ടോ നമ്മൾ ചിരിക്കോ പൈസ കൂടിയാ നമ്മളെ ചിരി പോയി വലിയ വീട് വെച്ചാ നമ്മളെ ചിരി പോയി പാവങ്ങളോട് ഒന്ന് കുടിച്ചോട്ടെ സംസം നിലാവേ ഒന്ന് വിരലിന്റെ വെള്ളം തരാമോ കെട്ടിപ്പിടിച്ചോട്ടെ തോണിൽ ഹബീബേ തട്ടിത്തെറിപ്പിക്കല്ലേ അല്ലാഹുവേ ഈ രാത്രി കാണാതിരിക്കല്ലേ അല്ലാഹ് ശഅബാൻ ശൗരി
ശഅബാൻ എന്റെ മാസമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റ അമല് കൂടി പറയും, ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് മുടക്കാതെ ചെയ്യണം പ്രിയപ്പെട്ടവരെ. എത്രയോ ചെറുപ്പക്കാർ മരണപ്പെട്ടു, എത്രയോ വേണ്ടപ്പെട്ടവർ മരണപ്പെട്ടു. ഈ അമല് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സമ്പാദ്യമായി കൊണ്ട് നടക്കണം. എന്ത് നഷ്ടപ്പെട്ടാലും ഇത് ഞങ്ങൾ കവറിൽ കൊണ്ടുപോകുന്ന തീരുമാനിക്കണം. വാശിയോടെ കവറിന് വേണ്ടി ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സുന്നത്ത് നിസ്കാരമാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. നല്ല അടിപൊളിയായിട്ട് ഇരുന്നിട്ട് ഇവിടെ വന്നിട്ട് അവസാനം നല്ല മക്കളാണെന്ന് ഇരുന്ന് എല്ലാവരും ലൈവൊക്കെ എല്ലാവരും കണ്ട് എല്ലാവരും നിങ്ങൾ നല്ല മക്കളാന്ന് പറയുമ്പോൾ ഇവിടെ +2 പരീക്ഷയുടെ വിജയത്തിന് വേണ്ടി 2000. അപ്പൊ +1 പഠിക്കുന്നവർ കൊടുക്കണം. പെട്ടെന്നോട്ടെ SSLC പെട്ടെന്ന് കൊടുത്തു. അല്ലോ SLC നാളെ പിന്നെ മറ്റേ എന്താണ് തിങ്കളാഴ്ച നീ എത്ര 8 ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ 8, 9 വലിയ തടിമാടന്മാർ അണ്ണാന്നൊക്കെ വിളിക്കും നമ്മൾ. ഇപ്പൊ ഇച്ചിരി ഉള്ളത് +2 പഠിക്കണം. ആകെ ഇച്ചിരി ഉണ്ടാവും നിങ്ങൾക്ക്. ഇബ്രാഹിമിന്റെ ജ്യേഷ്ഠൻ 2000 രൂപ. ഉമ്മാക്കും ഉപ്പാക്കും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു മറ്റുള്ളവർക്ക് ദുആ ചെയ്യാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു. അല്ലാഹുവേ പടച്ചോനെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. ഈ മോൻ ഞാൻ വന്നപ്പോഴേ പറയാണ്, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും ജയിലറകളിൽ കഴിയാണ്. മോചനത്തിന് വേണ്ടി ദുആ ചെയ്യണം. യാ ഫത്താഹു യാ ഫത്താഹു യാ ഫത്താഹു യാ വദൂദ് യാ വദൂദ് യാ ദൽ അർശിൽ മജീദ് യാ ഫആലു ലിമാ യുരീദ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അല്ലാഹുവേ മോചനം കൊടുക്കണേ അല്ലാഹ്. ബാക്കിയൊക്കെ എഴുതി തന്നല്ലോ, എല്ലാവരും തന്നില്ലേ? ഇൻഷാ അല്ലാഹ് ഇനി ബാക്കിയൊക്കെ സംഘാടകർ പൊരുത്തപ്പെടുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ജനങ്ങൾക്ക് വേണ്ടി പൊരുത്തപ്പെടുക. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ ചെയ്തു തരും. നിങ്ങളൊരു സഹോദരനെ പോലെ ഇൻഷാ അല്ലാഹ് കോണ്ടാക്ട് ചെയ്താൽ മതി. അല്ലാഹു തആല ഈ നാടിനും ഈ നഗരിക്കും ഈ മജ്ലിസിനും അവരെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ സംഘം മാഷാ അല്ലാഹ് എല്ലാ ഖൈറും കൊടുക്കട്ടെ. മോള് സ്വാലിഹത്താവാൻ എല്ലാവർക്കും എല്ലാവിധ ഖൈറിനും വിജയത്തിനും വേണ്ടി ചെയ്യാൻ 2500 രൂപ. അല്ലാഹുവേ അവരുടെ ആഗ്രഹം നടത്തി മോളെ നീ സ്വാലിഹത്താക്കണം റഹ്മാനെ. മോളെ നീ സ്വാലിഹത്താക്കണം പടച്ചോനെ. അല്ലാഹുവേ വലിയ ഖൈർ നീ കൊടുക്കണേ റഹ്മാനെ, വലിയ വിജയം കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. 8 വർഷമായി മക്കളില്ല. ആ ഒരു സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇതര മതത്തിൽപ്പെട്ട ഒരു സഹോദരി നേരത്തെ ഇവിടെ കൊണ്ട് കൊടുത്തതാണ്. അല്ലാഹു തആല അവരെ വിഷമം മാറ്റട്ടെ, അവരെ കാത്തിരിപ്പിന് വിരാമം കൊടുക്കട്ടെ, അവർക്ക് സന്തോഷ വാർത്ത കൊടുക്കട്ടെ. തൃക്കാക്കരയിൽ ഒരു സഹോദരൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ മോചനത്തിന് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.